വിഭാഗം സ്മൈൽ ഫെസ്റ്റ് 2026 ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീമതി ശ്യാമ VS. സ്വാഗതം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബിന്ദു VK. ഉദ്ഘാടനം സാഹിത്യകാരി ശ്രീമതി KA ബീന. മുഖ്യ അതിഥി SCRT RO ശ്രീ രാജേഷ് വള്ളമ്പൂർ. ഏവരെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സ്മൈൽ ഫെസ്റ്റ് 2026 ഇന്നലെ തുടങ്ങുകയാണ്. നമ്മുടെ SCRT റിസർച്ച് ഓഫീസറായി വർക്ക് ചെയ്യുന്ന രാജേഷ് വള്ളമ്പൂർ സാർ, ഇവിടെ MBTA പ്രസിഡന്റ് മാഡം, PTA അംഗങ്ങള്, MBTA അംഗങ്ങള്, എന്റെ സഹപ്രവർത്തകര്, രക്ഷിതാക്കളെ, എന്റെ കൊച്ചുമക്കളെ, നല്ല ഭംഗിയുണ്ട് എല്ലാവരെയും കാണാൻ അല്ലേ? സാധാരണ നമ്മളത് ഒരു വലിയ ക്ലാസ് എത്തുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഇന്ന് നമുക്കൊരു വിശേഷമുണ്ടല്ലോ, സ്മൈൽ ഫെസ്റ്റ് 26 ഇപ്പൊ തുടങ്ങുകയാണ്. ആ വിശേഷം 2 കാര്യങ്ങളിലൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാലയങ്ങൾ ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ എല്ലാ കുറിച്ച് നമ്മുടെ ഇന്നത്തെ അഡ്മിഷൻ അതിന്റെ പൊതുവായ കാര്യങ്ങൾ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ SCRT റിസർച്ച് ഓഫീസറാണ് ശ്രീ രാജേഷ് വള്ളമ്പൂർ സാർ. സാറിനെയും സ്നേഹപൂർവ്വം നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ശ്രീമതി പ്രസിദ്ധ മാഡത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ നേരിട്ട് സ്വാഗതം പറയുന്നു. ഇത് കൂടാതെ ഇന്നത്തെ ഈ ചടങ്ങ് ഇത്രയും ഭംഗിയാക്കാനും ഇനിയുള്ള കാര്യങ്ങൾക്കും എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ ശ്യാമങ്ങൾക്ക് സ്വാഗതം. എന്നോടൊപ്പം ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരുപടി മുന്നിലായിട്ട് തന്നെ നിന്ന് സഹായിക്കുന്ന എന്റെ സ്കൂളിലെ എല്ലാ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ സ്കൂളിലെ UKG കുട്ടികളെ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സ്മൈൽ ഫെസ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഉദ്ഘാടനം ചെയ്ത ബീന മേഡത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ മുഖ്യ അതിഥിയായ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട UKG കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ഒരു ദിവസം ഇഷ്ടായോ? എന്ത് ദിവസമാണ്? എന്ത് ദിവസമാണ്? ഇവിടെ എന്താ കളിയാണോ? കളിക്കാണോ? ആണോ? രാവിലെ എല്ലാരും കാപ്പി കുടിച്ചാണോ? കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നല്ല ഉഷാറായിട്ടിരിക്കുകയല്ലേ? കഴിച്ചു, എല്ലാവരും കഴിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനോട് സ്വാഗതം ചെയ്തതാണ്. കൊച്ചു കൂട്ടുകാരൻ നമുക്ക് സ്വാഗതം ചെയ്തു അല്ലേ? അല്ലേ? ഇപ്പൊ ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മളിനി UKGയിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നേ? 1ാം ക്ലാസ്സിലേക്ക്. 1ാം ക്ലാസ്സിലേക്ക് എല്ലാരും പോവല്ലേ? എന്തിനു 1ാം ക്ലാസ്സിൽ പോകുന്നേ? UKGയിൽ നിന്ന് പഠിക്കണം അല്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കണം. ജോലി കിട്ടണോ സ്കൂളിൽ വന്നേ? ആണോ? പിന്നെ
വലുതാകുമ്പോ ജോലി കിട്ടാൻ പഠിക്കണം. നന്നായി പഠിക്കോ? എന്തൊക്കെ പഠിക്കും? ഇംഗ്ലീഷും മലയാളവും തമിഴ് ഹിന്ദി പിന്നെ 1 2 3 പഠിക്കും, ABCD പഠിക്കും, AIE പഠിക്കും അല്ലേ? അപ്പൊ എല്ലാം പഠിക്കണം. പത്രം വായിക്കും. പത്രം വായിക്കുന്നതിലൊക്കെ എനിക്ക് മിടുക്കിയാണല്ലോ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. പത്രം വായിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് അക്ഷരങ്ങളല്ലേ അറിയൂ? പത്രത്തില് വായിക്കാൻ അറിയാമോ? വായിക്കാൻ അറിയാം. വാക്കൊക്കെ ചില വാക്കുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ? അപ്പൊ പത്രം വായിക്കണം, കഥ പറയണം, പാട്ട് പാടണം, ഭക്ഷണം കഴിക്കണം അല്ലേ? ഡാൻസ് കളിക്കണം, പഠിക്കണം, ചെണ്ട കൊട്ടണം, പിന്നെ പടം വരയ്ക്കണ്ടേ? പിന്നെ പടം വരയ്ക്കണം, പെയിന്റ് അടിക്കണം. എപ്പോഴും നമുക്ക് ഫസ്റ്റ് കിട്ടുമോ? ഇല്ല. എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയപ്പോഴേ ഫസ്റ്റ് ആവുന്നത്. നമുക്ക് എല്ലാം വേണം അല്ലേ? പക്ഷെ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിണങ്ങുമോ? വിഷമം വരുമോ? സന്തോഷം വരുമോ? ഫസ്റ്റ് കിട്ടിയാലും കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല, പക്ഷെ എല്ലാത്തിനും പങ്കെടുക്കണം. അത് തന്നെ അല്ലേ മോനെ? അതാണ് കാര്യം. അത് ശരിയാ, പങ്കെടുക്കണം. അതെത്രേ ഉള്ളൂ. എല്ലാറ്റിലും നിങ്ങൾ പങ്കെടുക്കണം. പടം വരയ്ക്കണം, കഥ പറയണം, പാട്ട് പാടണം, പിന്നെ മിടുക്കൻ. തോൽവിക്ക് ശേഷമാണ് വിജയം. പേരെന്താ? പേരെന്താ? സൂരജോ? സൂര്യകിരൺ. മിടുക്കൻ അല്ലേ? തോൽവിക്ക് ശേഷം ഒരു വിജയം ഉണ്ടാവും, ഉറപ്പല്ലേ? എപ്പോഴും തോറ്റുകൊണ്ടിരിക്കാൻ പറ്റുമോ? തോറ്റ് പിന്നെ ജയിക്കണം. ജയിച്ചിട്ട് പിന്നെ പഠിക്കാണ്ടിരിക്കുമോ? പിന്നെ വീണ്ടും തോക്കാൻ വേണ്ടി നമ്മൾ നിൽക്കും അല്ലേ? വീണ്ടും തോക്കും, വീണ്ടും എന്ത് ചെയ്യും? ജയിക്കും. എപ്പോഴായാലും എന്തെങ്കിലും ഒരു ദിവസം ജയിക്കും അല്ലേ? അപ്പൊ എല്ലാം നിങ്ങൾ ചെയ്യണം അല്ലേ? പാട്ട് പാടുകയും കഥ പറയുകയും കൂട്ടുകൂടുകയും. അടി കൂടുവോ? അത് നല്ലതാണോ? തള്ളിയിടുവോ കൂട്ടുകാരനെ? അതും ചെയ്യണം അല്ലേ? കൈ കഴുകുവോ? ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകും. അത് കൈയുണ്ട് അതിനകത്തായി. എങ്ങനെ കൈ കഴുകും? എങ്ങനെ എങ്ങനെയാ? മിക്സിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കൈ കഴുകാൻ അറിയാം അല്ലേ? എപ്പോഴൊക്കെ നമ്മൾ കൈ കഴുകണ്ടേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം, പിന്നെ എപ്പോഴൊക്കെ? ചോറ് കഴിക്കുന്നതിന് മുമ്പ്. അതല്ലേ ഭക്ഷണം. പിന്നെ എന്നിട്ട് കളിച്ചിട്ട് കൈ കഴുകുമോ? മണ്ണി കളിച്ചിട്ട് കൈ കഴുകില്ലേ? മണ്ണി കളിക്കാറുണ്ടോ? ഉണ്ട്. വെച്ചാണ്, അല്ലാണ്ട് ഇവിടുത്തെ മണ്ണിലൊന്നും കളിക്കാറില്ല. ശരി ഓക്കെ. ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ. മണ്ണിൽ കളിക്കണം, പക്ഷെ കളിച്ചിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് വേണം. മണ്ണിനകത്തേക്ക് നമ്മൾ കാണാൻ പറ്റാത്ത കുഞ്ഞു ജീവികൾ കാണില്ലേ? എന്താണ് ആ ജീവിയുടെ പേര്? മിസ്റ്റർ കീടാണ്. ഒളിച്ചിരിക്കും അല്ലേ? അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇത് കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു കീടാണ് കാണുമല്ലേ? കണ്ണാടി വെച്ച് നോക്കിയാലും കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ വലിയ ക്ലാസ്സിലാകുമ്പോൾ കാണാം. ശരി, ഓക്കെ. അപ്പൊ ഇനി കൂടുതൽ നിങ്ങളോട് കഥയൊക്കെ പറയാനായിട്ട് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ നല്ല കഥയൊക്കെ പറഞ്ഞു തരും.
ഓക്കെ, നമ്മൾ നല്ല സന്തോഷമായിട്ടിരിക്കല്ലേ? ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒരു സൗണ്ട് ഉണ്ടാക്കി ചിരിച്ചേ. എല്ലാരും ഉഷാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു വലിയ എഴുത്തുകാരിയൊക്കെയാണ്. നിങ്ങൾ കഥയൊക്കെ എഴുതാറില്ലേ? കഥയും കവിതയൊക്കെ എഴുതുന്ന ഒരു വലിയ സാഹിത്യകാരി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ശ്രീമതി കെ വീണ്ടും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. സന്തോഷം വരുമ്പോ എന്ത് ചെയ്യും? തുള്ളിച്ചാവും. എന്താ ഈ പരിപാടിയുടെ പേരെന്താ? സ്മൈൽ ഫെസ്റ്റ് അല്ലേ? എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്ത് നേരത്തെ പറഞ്ഞല്ലോ. എങ്ങനെ സ്മൈൽ ചെയ്യുന്നത്? ഏറ്റവും നല്ല സ്മൈൽ ആരുടെയാ? എങ്ങനെ ചിരിക്കുന്നേ? നല്ല ചിരിയാ അല്ലേ? ഞങ്ങൾക്ക് ഇപ്പൊ വലിയ സങ്കടം എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ 1ാം ക്ലാസ്സിൽ ചേരാൻ താരി ഉടുപ്പൊന്നും ഇട്ട് വന്നില്ല. ഞങ്ങളെ ചുമ്മാ അങ്ങ് പോവായിരുന്നു. എന്താ രസമുള്ള ഉടുപ്പൊക്കെ ഇട്ടിരിക്കുവല്ലേ, തലയിൽ തൊപ്പിയൊക്കെ വെച്ച്. പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ നമ്മുടെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ പോയിട്ട് വലിയ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ട് ഒരു ഫോട്ടോ തൂക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ. അവിടെയാണ് ഞങ്ങൾ ഇതുപോലത്തെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പതേ കൊച്ചു മക്കളെല്ലാവരും അതെല്ലാം ഇട്ടിട്ടിരിക്കുന്നു. വലിയ സന്തോഷം അല്ലേ? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? കളിക്കുന്നത്. എവിടുത്തെ കളിക്കുന്നതാ? എന്ത് കളിക്കുന്നതാ? നൃത്തം ചെയ്യുന്നതാ. വെരി ഗുഡ്, നല്ല കുഞ്ഞുങ്ങളാ. എല്ലാരും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കുറിച്ച് പരാതി പറയുന്നത് എന്താണെന്നറിയോ? ഫുൾ ടൈം എന്തിനാണെന്നാണ്? കുരുത്തം കെട്ട കുട്ടികൾക്ക് അറിയോ? മൊബൈലിൽ കളിക്കുന്ന ആരും വഴക്ക് പറയുന്ന ആരൊക്കെ ഉണ്ട് വീട്ടില്? മൊബൈലില് വഴക്കോട് അമ്മയച്ചനാണ് മൊബൈലിൽ കളിക്കുന്നത് അല്ലേ? നിങ്ങൾ കളിക്കില്ല. ആർക്കൊക്കെ മൊബൈലിൽ ഇരിക്കാൻ ഇഷ്ടമുണ്ട്? മൊബൈൽ ഇഷ്ടമില്ലാത്തവരല്ലേ? എത്ര പേർക്ക് മൊബൈൽ ഇഷ്ടമല്ല? 100 പ്രാവശ്യം മൊബൈൽ കാണാൻ ഇഷ്ടമാണ്. എന്തിന്റെ അടുത്താന്ന് പറയുന്നത്? മൊബൈലിലാണ്. അങ്ങനെ അല്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ഇപ്പൊ കണ്ടല്ലേ? കണ്ണുവേദനിക്കും. പിന്നെന്തൊക്കെയാണ്? ഇവിടെ ആർക്കും കണ്ണാടി ഇല്ലല്ലേ? മിക്ക കുട്ടികൾക്ക് കണ്ണാടി ഇരിക്കുന്നത്. എനിക്ക് മാത്രമേ അല്ലേ? എനിക്ക് വയസ്സായില്ലേ? നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഇല്ലായിരുന്നു. പക്ഷെ എന്റെ വീട്ടിലെ കൊച്ചുങ്ങൾക്കെല്ലാം നിങ്ങളുടെ പ്രായത്തിലെ കണ്ണാടി ഉണ്ട്. സ്കൂളുകളിൽ ചെല്ലുമ്പോഴും വലിയ കണ്ണാടി വെച്ചാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാ? മൊബൈൽ നോക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് മൊബൈൽ കാണണ്ട കേട്ടോ. കാണുമോ? അതെ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ടീച്ചർ നേരത്തെ പറഞ്ഞല്ലേ? ശ്യാമ ടീച്ചർ വരയ്ക്കുക, വായിക്കുക, കഥ കേൾക്കുക, പാട്ട് കേൾക്കുക, കൂട്ടുകൂടുക, പാട്ട് പാടുക. നല്ല മക്കളാ. നല്ല മക്കളായിരിക്കുക അല്ലേ? ഹോംവർക്ക് ചെയ്യുമ്പോ ഫസ്റ്റ് കിട്ടുക. അതെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്തിന്റെ കഥ കേൾക്കാണ് ഇഷ്ടം? സൂപ്പർമാൻ. നിങ്ങളൊരു കൊച്ചു കഥ പറഞ്ഞിട്ട് സൂപ്പർമാന്റെ കഥ എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പറഞ്ഞതാണ്. അറിഞ്ഞൂടാ? ഇത് കഴിഞ്ഞ കഥ. ഞാൻ പറയാൻ പോണ കഥ എന്താണെന്നറിയോ? ആരുടെ കഥയാ? കുട്ടിച്ചാത്തൻ, സൂപ്പർമാന്. ഇവരുടെ കഥകളെ അറിയുള്ളൂ. മെഡൽ വാങ്ങുമല്ലോ. ഓക്കെ, വിളിക്കട്ടെ. ആദിത്യ ശ്രീജിത്ത്.
കൈ അടിക്കണം എല്ലാവരും. ആവണി രാഘവ്, അലക്സ സെബാസ്റ്റ്യൻ, അനികൽ ശങ്കർ, ആശർ എജെ, അശ്വിൻ, അവന്തിക മോനിഷ്, ആയുഷ് ഷിയ, ഐഷ സിയ എ പി, ധർണിക എം പി, മേഘിന ബി, ധർണിക ഐഷ സിയ, പാർവതി എസ് നായർ, റസൽ റഹ്മാൻ, ശ്രേയൻ ദാസൻ, ശിവാനി എസ് ആർ, ശിവദ, വൈശാഖ് ജി, വർണിക റാം, വിഷ്ണു, വിശ്വ, എഡ്വിൻ, യോഗവർഷിണി, പ്രയാ പ്രശാന്ത്, വേദിക, അധ്യക്ഷ വിനുര, ആരാധ്യ എസ്, വിശ്വ, നസിഹ ഫാത്തിമ, ആദി കാർത്തികേയൻ, ശ്രീഹരി, സുജിത്, ഗ്ലോറി, ഗ്ലോറി സൂരജ്, ദശരഥ്, ജാൻവി, മറിയം, നിമിഷ, സൂര്യകിരൺ, ദർശിക, അനന്തു,